അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അതിപ്പോൾ കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലായിട്ട് 4 കണ്ടെയ്നറുകൾ അടിഞ്ഞതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ്. തുറന്ന നിലയിലാണ്. അതിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതെല്ലാം കടലിൽ ലയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കൊല്ലത്തെ തന്നെ ചവറ ആൽത്തറമൂട് ഭാഗത്തും നീണ്ടകരയിലും കണ്ടെയ്നറുകൾ 3 എണ്ണം കണ്ടെത്തിയതായിട്ടുള്ള വിവരം ഇപ്പോൾ ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഒഴിഞ്ഞ നിലയിലായിരുന്നു. മറ്റ് 2 കണ്ടെയ്നറുകൾ ഏത് നിലയിലാണ് എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ 2 കണ്ടെയ്നറുകളിൽ അത് പൂർണ്ണമായും അതിലുള്ളത് എന്താണോ അത് കടലിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. എന്താണ് അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ വിദഗ്ധ പരിശോധന നടത്തേണ്ട നിലയിലാണ്. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയഴീക്കൽ തീരത്ത് ഇന്നലെ രാത്രി 10:30 ഒഴിഞ്ഞ നിലയിലുള്ള കണ്ടെയ്നർ കണ്ടെത്തുന്നത്. ആ പ്രദേശത്തുള്ളവരെ 7 കുടുംബങ്ങളെ ഇന്നലെ രാത്രി തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇപ്പോൾ പ്രദേശവാസികളുടെ വലിയൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നത് അവരുടെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള ഉപജീവന മാർഗത്തെ ബാധിക്കുമോ എന്നുള്ളതാണ്. ആ ഒരു ആശങ്ക അത് വലിയ തോതിലുണ്ട്. കാരണം രാസവസ്തുക്കൾ ഉൾപ്പെടെ ഉള്ള കണ്ടെയ്നറുകളായിരുന്നു ഇന്നലെ അറബിക്കടലിൽ മുങ്ങിയത്. അത് കടലിൽ ഈ ഇന്ധനം ചോർന്ന് എണ്ണ പടരുന്ന സാഹചര്യം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ചെറിയഴിക്കൽ ഭാഗത്ത് കണ്ടെത്തിയ കണ്ടെയ്നർ അത് ഒഴിഞ്ഞ നിലയിലായിരുന്നു. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഈ കടലിൽ പോയിരിക്കുന്നു. പക്ഷേ ഇതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് ഈ കണ്ടെയ്നർ ആ പ്രദേശത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് 1 മണിക്കൂറിനകം ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ വലിയൊരു ദൗത്യം മുന്നിലുള്ളപ്പോൾ തന്നെയാണ് കൊല്ലത്തെ മറ്റ് തീരപ്രദേശങ്ങളിൽ കൂടി കണ്ടെയ്നറുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും തീരദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക. ആലപ്പുഴയിലേക്കും കൊല്ലത്തേക്കും ഒക്കെ തീരദേശ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ കണ്ടെയ്നർ അടിഞ്ഞുകൂടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ആരും അടുത്ത് പോകരുത്, തൊടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കടൽക്ഷോഭം പ്രക്ഷുബ്ധമായി തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിലല്ല, കൂടുതൽ ഈ കൊല്ലം തീരപ്രദേശങ്ങളിലാണ് ഈ കണ്ടെയ്നറുകൾ അടിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, വലിയൊരു ആശങ്ക. കാരണം ചെറിയഴിക്കൽ ഭാഗത്തുള്ള ഒരു ആശങ്ക മാത്രമല്ല, കാരണം പല തീരദേശങ്ങളിലും ഇതുപോലെ കണ്ടെയ്നർ അടിയുന്നു. നേരത്തെ കണ്ണൻ സൂചിപ്പിച്ച പ്രകാരമാണെങ്കിൽ കാലാവസ്ഥ, കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം ഒക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ആലപ്പുഴയിലേക്കല്ല, കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കൊല്ലത്തെ തീരമേഖലകളിലേക്ക് എത്താനാണല്ലേ സാധ്യത? ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് കൊല്ലം മേഖലയിലേക്ക് എത്താൻ സാധ്യത എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കാര്യം ഈ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് ആലപ്പുഴയുടെ മേഖലയിൽ ഒന്നുകിൽ തോട്ടപ്പള്ളി അല്ലെങ്കിൽ ആലപ്പുഴ, പുറക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തും എന്നുള്ളതായിരുന്നു ഒരു അനുമാനം. പക്ഷേ അത് തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയുടെ തീരമേഖലയിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിൽ 4 കണ്ടെയ്നറുകൾ എത്തിയെന്നുള്ളതാണ്. ശക്തികുളങ്ങര, മദാമത്തോപ്പ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. അതിൽ 1 എണ്ണം തുറന്ന നിലയിലാണ്. ബാക്കിയുള്ള കണ്ടെയ്നറുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ഇന്നലെ രാത്രി 10:30 ചെറിയഴിക്കൽ ഭാഗത്തേക്ക് ഒരു കണ്ടെയ്നർ എത്തിയത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു, ജില്ലാ ഭരണകൂടത്തിനുണ്ടായിരുന്നു. വലിയ ശബ്ദം കടലിൽ കേട്ടതിനെ തുടർന്നാണ് പ്രദേശവാസികളായിട്ടുള്ള സ്ത്രീകൾ ഇറങ്ങി നോക്കിയപ്പോൾ എന്തോ ഒരു വലിയ വസ്തു, ഇരുട്ടായിരുന്നു, വലിയ വസ്തു കടലിൽ കിടക്കുന്നത് കണ്ടത്. അവർ ഉടൻ തന്നെ പോലീസിനെയും മറ്റ് പഞ്ചായത്ത് അധികാരികളൊക്കെ തന്നെ വിവരം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പോലീസും എത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കണ്ടെയ്നർ ആണ് എന്ന് മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അടക്കമുള്ള ആൾക്കാർ രാത്രി തന്നെ അവിടേക്ക് എത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരികെ പോയത്. കൊല്ലം കരുനാഗപ്പള്ളി SCP അടക്കമുള്ള ആൾക്കാർ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ടായിരുന്നു. പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് ആശങ്ക മാറിയത്. കാര്യം അത് തുറന്ന കണ്ടെയ്നറാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റ് രാസവസ്തുക്കളോ മറ്റ് ഇന്ധനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിച്ച് 7 കുടുംബങ്ങളെ തിരിച്ച് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ കണ്ടെയ്നർ ഇവിടുന്ന് മാറ്റും എന്നാണ് പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. കണ്ണൻ, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ ചവറയിലും നീണ്ടകരയിലും ഈ കണ്ടെയ്നറുകൾ 3 കണ്ടെയ്നറുകളാണ്. അപ്പോൾ വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം. അതുകൂടാതെ തന്നെ പ്രതിസന്ധി കൂടിയുണ്ട്. അവിടെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ അവിടുത്തെ നടപടിക്രമങ്ങൾ എപ്പോൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്? അവിടെ ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ നിയന്ത്രിച്ച് അവരെ അതിൽ നിന്ന്, അതായത് ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ഇതുവരെ
നമുക്കോ ജില്ലാ ഭരണകൂടത്തിനോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യുക. ഈ 3 സ്ഥലങ്ങളിലേക്കാണ് മദാമത്തോപ്പ്, ആൽത്തറമൂട്, ശക്തികുളങ്ങര, നീണ്ടകര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നത്. ഇത് വേലിയേറ്റ സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കൊല്ലം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച്, മറ്റ് ആൾക്കാർ പറയുന്നതനുസരിച്ച്, ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നതനുസരിച്ച് ഇനി അത് കൂടുതലായി കൊല്ലം തീരത്തേക്ക് കൂടുതലായി കണ്ടെയ്നറുകൾ എത്തും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ തുറന്ന നിലയിലാണോ അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ? തുറന്ന നിലയിലാണെങ്കിൽ തീരത്ത് വലിയ ആശങ്ക ഉണ്ടാകില്ല. പക്ഷേ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ ഈ കൊല്ലം ജില്ലയുടെ തീരമേഖലയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഓക്കെ, മിനിഞ്ഞാന്നാണ് ഈ ചരക്ക് കപ്പൽ അറബിക്കടലിൽ ചെരിയുന്നത്. ആ ചെരിയുന്ന പശ്ചാത്തലത്തിൽ തന്നെ അത് ഉയർത്താൻ കഴിഞ്ഞേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങുകയായിരുന്നു. ഇന്ധന ചോർച്ചയുണ്ടായിരുന്നു, എണ്ണ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലുമൊക്കെ തീരദേശങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ വന്നടിയാനുള്ള സാഹചര്യം, ഒരു മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ കൊല്ലം ചെറിയഴിക്കൽ തീരത്താണ് ആദ്യത്തെ കണ്ടെയ്നർ കണ്ടെത്തുന്നത്. തുറന്ന നിലയിൽ, ഒഴിഞ്ഞ നിലയിലായിരുന്നു. പക്ഷേ എന്താണ് അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് അറിയാത്ത സാഹചര്യത്തിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിൽ കൂടി കൊല്ലത്തെ ചവറ, ആൽത്തറമൂടും നീണ്ടകരയിലും കണ്ടെയ്നറുകൾ കണ്ടെത്തി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള പ്രദേശവാസികളെ ഉടൻ തന്നെ മാറ്റുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. കണ്ണൻ നായർ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ചെറിയഴിക്കൽ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നർ അത് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യം, കാലാവസ്ഥ അതൊക്കെ എങ്ങനെയാണ് കണ്ണൻ? കാലാവസ്ഥ പ്രതികൂലമാണ്. കാര്യം കടൽ വലിയ രീതിയിൽ ക്ഷോഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്, പ്രക്ഷുബ്ധമാണ്. കടലിനോട് ചേർന്ന് തന്നെയാണ്, കടൽ ഭിത്തിയോട് തന്നെ ചേർന്നാണ് ഈ കണ്ടെയ്നർ കിടക്കുന്നത്. പക്ഷെ അവിടേക്ക് JCB-യോ അല്ലെങ്കിൽ ക്രെയിനോ ഒക്കെ തന്നെ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം പ്രദേശങ്ങളിലൊക്കെ തന്നെ വീടുകളുണ്ട്. ആ വീടുകളുടെ സമീപത്തുകൂടി ഇത് ഇവിടേക്ക് എത്തിക്കാൻ പ്രയാസമുണ്ട്. 7 മണിയോടുകൂടി നടപടികൾ ആരംഭിക്കും എന്നാണ് ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ 7 മണിയോടുകൂടി അത് ആരംഭിച്ചാൽ തന്നെ അത് വേഗത്തിൽ ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ പ്രദേശത്ത് അതിൻ്റെ ഒരു അവസ്ഥ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അവിടെ വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലെ രാത്രി 10:30 ഒരു വലിയ ശബ്ദം കടലിൽ കേട്ടത്. ഒരു സാധാരണ ഇല്ലാത്ത നിലയിലുള്ള ശബ്ദം കേട്ടു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതോ ഒരു വലിയ വസ്തു കടലിലെ തിരയോട് ചേർന്ന് കിടക്കുന്നത് കാണുകയും അത് പിന്നീട് പരിശോധിച്ചപ്പോൾ അത് കണ്ടെയ്നറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തി പിന്നീട് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്തത്. കാര്യം ആ സമയത്ത് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടെയ്നർ തുറന്ന നിലയിലാണോ അല്ലാത്ത അവസ്ഥയിലാണോ എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അത് അവിടുത്തെ 7 കുടുംബങ്ങളെയാണ്, പ്രദേശവാസികളായിട്ടുള്ള 7 കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് മാറ്റിയത്. രാത്രി നമുക്ക് പഞ്ചായത്തിന്റെ അധികാരികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കൂടുതൽ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും എന്നുള്ള ഒരു കാര്യം അവർക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആ ആശങ്കകൾ ഒഴിവായി. കാര്യം കണ്ടെയ്നർ തുറന്ന നിലയിലായിരുന്നു. അത് പൂർണ്ണമായും അതിനകത്ത് ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് മാറ്റിയ കുടുംബങ്ങളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് ചില പ്രദേശവാസികളായിട്ടുള്ള സ്ത്രീകളുമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഇന്നലെ രാത്രി അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം എന്ന് തന്നെ പറയാം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവരുടെ ആശങ്കകൾ ഒഴിവായി അവർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള ആശങ്ക ചവറ അടക്കമുള്ള പ്രദേശങ്ങളിലാണ്. ആ ചവറ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ കണ്ടെയ്നർ മാറ്റേണ്ടതുണ്ട്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് 3 കണ്ടെയ്നറുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ചവറയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഒരു കണ്ടെയ്നർ പൂർണ്ണമായും തുറന്ന നിലയിലാണ് എന്ന് പറയപ്പെടുന്നു. ബാക്കിയുള്ള കണ്ടെയ്നറുകളുടെ അവസ്ഥ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഓക്കെ, കൊല്ലം ചെറിയഴിക്കൽ തീരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇന്നലെ രാത്രി 10:10 അടിഞ്ഞ കണ്ടെയ്നർ, തുറന്ന നിലയിൽ, ഒഴിഞ്ഞ നിലയിലുള്ള കണ്ടെയ്നർ, അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ കണ്ണൻ ചവറയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാലാവസ്ഥ അത് തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയായിട്ട് മുന്നിലുള്ളത്.